തിരിച്ചെത്തി ഗായ്സ്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസം വീഡിയോ കാണാതെ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു എന്താ വീഡിയോ ഒന്നും കാണാനില്ലല്ലോ, ബഹ്റൈൻ വിശേഷം എന്തായിരുന്നു. അതെല്ലാം സൈഡിൽ കൂടെ നൈസ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വ്ലോഗ് എടുക്കുന്നത് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. നിങ്ങളിപ്പോ വിചാരിക്കും എന്റെ കൂടെ അൻവർ വരുന്നുണ്ടെന്ന്. ഇല്ല ഗൈസ്, ഞാൻ മാത്രമാണ് കേട്ടോ പോകുന്നത്. അൻവറിനോട് ബൈ ബൈ എല്ലാം പറഞ്ഞ് നമ്മൾ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നാട്ടിൽ പോകാൻ നല്ല എക്സൈറ്റഡ് ആയിട്ട് തന്നെ കുറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നാട്ടിലെത്തി ഉമ്മീനൊക്കെ കണ്ടതിന് ശേഷമാണ് അയ്യോ ഞാൻ വ്ലോഗ് എടുക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഉമ്മിയാണെങ്കിൽ എന്നെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി 2 ദിവസം എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ വഴക്കൊക്കെ പറഞ്ഞു തുടങ്ങും. ടൈം ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ പോയത് ശരവണ ഭവനിലേക്കായിരുന്നു. ആ മസാല ദോശ കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഗൈസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഷോപ്പ് ക്ലോസ് ആയിരുന്നു. പിന്നെ അവരുടെ തന്നെ ചെറിയൊരു ഷോപ്പ് പുറത്തുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നാണ് പിന്നെ നല്ല ചൂട് മസാല ദോശയും വടയെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇഷല് നല്ല സൂപ്പർ വഴക്കായിട്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അവളെ ഹാപ്പി ആക്കാൻ വേണ്ടി ഈ ഒരു സംഭവം മേടിച്ചിട്ടാണ് പോയത്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഏകദേശം 2 മണി നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഇഷല് നല്ല ഉറക്കായിരുന്നു. കുത്തി എഴുന്നേപ്പിച്ചപ്പോഴും വഴക്കൂടി തന്നെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്ന മുഖം നിങ്ങൾ കണ്ടില്ല. അപ്പൊ ഇത്രയ്ക്കുള്ള വിശേഷം വേറെ എടുക്കണം.